വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിലെ 178 വീടുകളിൽ ഉടൻ താമസം തുടങ്ങും. വീടുകളുടെയും അനുബന്ധ സൗകര്യങ്ങളുടെയും അവസാന മിനുക്കുപണികൾ നടക്കുകയാണെന്ന് ഊരാളുങ്കൽ അധികൃതർ അറിയിച്ചു. ടൗൺഷിപ്പിലെ ബാക്കി വീടുകളുടെയും നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കൽപ്പറ്റയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ടൗൺഷിപ്പിൽ ജോലികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. 178 വീടുകളിലാണ് ആദ്യം താമസം തുടങ്ങേണ്ടത്. അതിനുള്ള ജോലികളാണ് നടക്കുന്നത്. അതോടൊപ്പം മറ്റ് വീടുകളുടെ നിർമ്മാണവും നടക്കുന്നുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ സീനിയർ പ്രൊജക്ട് എഞ്ചിനീയറായ മുഹമ്മദ് ഷമീമാണ് നമ്മളോടൊപ്പമുള്ളത്. ഈ 178 വീടുകളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണ്? 178 വീടുകൾ ഏതാണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അതിൻ്റെ ക്ലീനിങ് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഒരു ക്വാളിറ്റി അഷുറൻസിൻ്റെ ഭാഗമായിട്ട് ഒരു സമിതി രൂപീകരിക്കുകയും അതിൽ ഊരാളുങ്കലിൻ്റെ ടെക്നിക്കൽ എക്സ്പേർട്സും അതേപോലെ തന്നെ സ്വന്തം ഏജൻസി ആയിട്ടുള്ള കിഫ്കോണിൻ്റെ ടെക്നിക്കൽ എക്സ്പേർട്സും കൂടി കൂടിയിട്ടുള്ള ഒരു സംയുക്ത സമിതിയാണ്. അത് വെച്ചിട്ട് ഒരു മൈക്രോസ്കോപ്പിക് ഇവാലുവേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ആളുകൾ കൂടെ താമസിക്കേണ്ട രീതിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും കുറച്ച് ക്ലീനിങ് പ്രൊസീജിയറും അതേപോലെ തന്നെ 1-2 വീടുകളുടെ മുന്നിലായിട്ട് ചെയ്യേണ്ട കുറച്ച് യാർഡ്, കുറച്ച് കോമ്പൗണ്ട് വാൾ, അങ്ങനത്തെ കുറച്ച് വർക്കുകളാണ് ഇപ്പോൾ നിലവിലുള്ള പെൻഡിങ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ക്ലസ്റ്ററിന് മുമ്പിലായിട്ട് ചെയ്യുന്ന റോഡുകളുടെ വർക്കുകളും ഇത്ര കുറച്ച് 2-3 ആക്ടിവിറ്റീസ് മാത്രമാണ് ഇപ്പോൾ പെൻഡിങ് ആയിട്ടുള്ളൂ. 178 കഴിഞ്ഞ് 410 ബാക്കി വീടുകളുടെ ഒരു സ്റ്റാറ്റസ് എന്താണ്? ഒക്ടോബർ 31 നമുക്ക് ടൗൺഷിപ്പ് പൂർത്തിയാക്കേണ്ടത്. ഈ മറ്റ് വീടുകളുടെ സ്റ്റാറ്റസ് എന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ലേബേഴ്സിലെ ഭൂരിഭാഗം ആളുകളും ഈ സോൺ 4, സോൺ 5കളിലുള്ള വീടുകളുടെ ബാക്കി വീടുകളുടെ കേന്ദ്രീകരിച്ചുള്ള വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സ്ട്രക്ചറൽ വർക്ക് ഏതാണ്ട് 300ഓളം വീടുകളുടെ സ്ട്രക്ചറൽ വർക്ക് നിലവിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആദ്യഘട്ടത്തിലെ 178 വീടുകളിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ താമസം തുടങ്ങാനാകും എന്നാണ് ഊരാളുങ്കൽ അധികൃതർ പറയുന്നത്. അതോടൊപ്പം മറ്റ് വീടുകളുടെ നിർമ്മാണവും വളരെ വേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഞായറാഴ്ചയെന്നോ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ 100 കണക്കിന് തൊഴിലാളികളാണ് ടൗൺഷിപ്പിൽ ഇപ്പോഴും നിർമ്മാണ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.